ഒരു രക്ഷയില്ലടും. സെക്രട്ടേറിയറ്റ് മൊത്തം തനിക്കെതിരായിട്ട് തിരിഞ്ഞിരിക്കുകയാണ്. അവരുടെ കോട്ടയിൽ ഇയാൾക്ക് എന്തായാലും 8 കൊല്ലം കഴിയുന്ന IAS കിട്ടും. ഞങ്ങളുടെ കോട്ടയിൽ സാർ ഇയാളെ ഒരു കാരണവശാലും എടുക്കരുത്. നിങ്ങളുടെ സീനിയർമാരായിട്ടുള്ളവർ പറഞ്ഞു, ഇന്നലെ വന്നവന് ഞങ്ങൾ ഇനി സാറെന്ന് വിളിക്കണം. ഞങ്ങൾ 93 തൊട്ട് ഡെപ്യൂട്ടി കളക്ടർമാർ 93 തൊട്ട് 95 വരെയാണ് അവരെടുത്തത്. അന്ന് തൊട്ട് ഡെപ്യൂട്ടി കളക്ടർമാരായിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾക്ക് മുന്നേ അയാൾ വന്നു കഴിഞ്ഞാൽ അയാളെ സാറെന്ന് വിളിക്കാൻ ഞങ്ങൾക്ക് വരത്തില്ല. അപ്പോൾ സാറേ ഞാൻ ഉപേക്ഷിക്കട്ടോ? ഇവിടെ പറഞ്ഞ് താൻ ഉപേക്ഷിക്കൊന്നും വേണ്ട, താൻ ഹൈക്കോടതി കൊണ്ടുവന്നൊരു കേസ് കൊടുക്കുക. ഹൈക്കോടതി പറയുകയാണെങ്കിൽ ഞാൻ തീരുമാനിക്കാം. അപ്പം എൻ്റെ നോമിനേഷൻ അവിടെ കിടക്കുകയാണല്ലോ. ഈ നോമിനേഷൻ റിജക്റ്റ് ചെയ്തിട്ടില്ല, ആക്സെപ്റ്റ് ചെയ്തിട്ടുമില്ല. ഞാൻ പറഞ്ഞു, സാർ ഒരു ഉപകാരം ചെയ്യണം, ഇതൊന്ന് റിജക്റ്റ് ചെയ്ത് തരണം. പുള്ളി റിജക്റ്റ് ചെയ്ത് തന്നെന്ന് മാത്രമല്ല, ഇങ്ങനെ എന്തുമാത്രം ബുദ്ധിമാനാണെന്ന് ആലോചിക്കണം. യു ഡോണ്ട് ഹാവ് കണ്ടിന്യൂസ് റെഗുലർ സർവീസ്. റെഗുലർ എന്നുള്ള വാക്ക് ആക്ടിനകത്തില്ല. കണ്ടിന്യൂസ് സർവീസ് എന്ന് എൻ്റെ അടുത്ത് ഞാൻ ആദ്യം പറഞ്ഞു, തോമസ് സാറേ ഇതിനകത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് റെഗുലർ സർവീസ് ഇല്ല. 3.5 കൊല്ലം ഞാൻ ഡെപ്യൂട്ടേഷനിലായിരുന്നു, അതുകൊണ്ട് എനിക്ക് റെഗുലർ സർവീസ് ഇല്ല. അപ്പം പുള്ളി പറഞ്ഞ്, ഇടും അതിനകത്ത് അങ്ങനൊന്നും ഇല്ല, റൂളിനകത്ത് പറയുന്നത് കണ്ടിന്യൂസ് സർവീസ് എന്നുള്ളതാണ്. താൻ പുള്ളി തന്നെ പറഞ്ഞ കാര്യമാണ്. 96 താന് ജോയിൻ ചെയ്തു. തന്നെ അബ്സോർവ് ചെയ്യുന്നിടം വരെ ഏതാണ്ട് 3.5 കൊല്ലം വന്നു തോന്നുന്നു, 3-4 കൊല്ലത്തിന് അടുത്ത് വരുന്നുണ്ട്. അത്രയും സമയം വരെ താന് കണ്ടിന്യൂസ് ആയിട്ട് സർവീസ് ഉണ്ട്. ഒരു ദിവസം പോലും ബ്രേക്ക് ഇല്ല. തന്നെ അബ്സോർവ് ചെയ്ത ദിവസം തൊട്ട് പിന്നെയും കണ്ടിന്യൂസ് സർവീസ് അല്ലേ. അതുകൊണ്ട് തനിക്ക് കണ്ടിന്യൂസ് സർവീസ് അല്ലേ, പിന്നെ റെഗുലർ സർവീസ് ഇല്ലെന്ന് താൻ എന്തിനാ പറഞ്ഞത് എന്ന് എൻ്റെ അടുത്ത് എന്നോട് ചോദിച്ചു. ആ മനുഷ്യൻ പറയാണ്, യു ഡോണ്ട് ഹാവ് കണ്ടിന്യൂസ് റെഗുലർ സർവീസ്. ഞാൻ കോടതി കൊണ്ടുവന്ന് കേസ് കൊടുത്തു. ആക്ടിനകത്തോ റൂളിനകത്തോ ഒരു എക്സിക്യൂട്ടീവിന് വേറൊരു വാക്ക് ചേർക്കാൻ പറ്റത്തില്ല, കണ്ടിന്യൂസ് സർവീസ്. അതും കൊടുത്ത് പുള്ളി ബോധപൂർവം ചെയ്തു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും എതിർപ്പ് നിൽക്കല്ലേ, പുള്ളി എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. അതല്ലേ പറഞ്ഞു, വീട്ടിൽ പടം വെക്കണം പുള്ളിയുടെ. ഞാനിപ്പോഴും പോകുന്നുണ്ട്, ഡൽഹി പോകുന്നുണ്ട്, പുള്ളിയെ കാണും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓർഡർ വാങ്ങിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ഏറ്റവും അധികം കടപ്പാടുള്ള ആളുകളാണ് ഉമ്മൻചാണ്ടി, PT തോമസ്, VP രാമകൃഷ്ണ തോമസ്, അങ്ങനെ എത്രയോ പേര്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയൊക്കെ മഹാരാജന്മാരായിട്ടുള്ളവര്, പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥര്, രാഷ്ട്രീയക്കാര് ഒരാൾക്ക് ആർക്ക് വേണേലും ഉപകാരം ചെയ്യുന്നതാണ്. ഇത്രയൊക്കെ ഉള്ള ഉദ്യോഗസ്ഥന്മാര് എന്നെ അങ്ങനെ അങ്ങ് വഴിവിട്ടൊന്നും അല്ലല്ലോ. അവര് എല്ലാരും പറയുന്നുണ്ട്, ആനന്ദ സാർ ഇവരെല്ലാരും പറയുന്നുണ്ട്, യു ഷുഡ് കം ടു ദ സർവീസ്. അവർക്ക് അറിയാവുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നറിയോ, ഞാൻ ഓർഡർ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പം 2007 ഇതങ്ങ് കഴിഞ്ഞു, ഇന്റർവ്യൂ കഴിഞ്ഞു. പിന്നെ ഞാനങ്ങ് ഫോളോ അപ്പ് ചെയ്തില്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ആ ചാൻസും പോയി. അപ്പൊ 2007 ചാൻസും പോയി. പിന്നെ ഞാനും വലിയ പ്രതീക്ഷ ഒന്നുമില്ല, വരട്ടെ വരാനുള്ളപ്പോഴൊന്നും. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ 2008 ഒരു സെപ്റ്റംബർ ഒക്ടോബർ ആകുന്നുണ്ട് കോടതിയിൽ നിന്ന്. അപ്പം ഞാൻ ഈ വക്കീലിന് പൈസ പോലും കൊടുക്കുന്നില്ല. ഉള്ളി വിളിക്കുന്നുണ്ട്, വക്കീലിന് പൈസ പോലും കൊടുക്കുന്നുണ്ട്. എന്തിനാ വെറുതെ, ഇറ്റ്സ് എ ഫ്യൂട്ടൽ എന്നുള്ളത് തന്നെ. അപ്പം 2008 സെപ്റ്റംബർ ആയപ്പോഴത്തേക്ക് ഒരു വിധി വന്നു, എന്നെ കൺസിഡർ ചെയ്യണം, ഈ പറയുന്നതെല്ലാം ശരിയാണ്. അപ്പോഴത്തേക്ക് ഞാൻ റെഗുലർ ഡെപ്യൂട്ടി കളക്ടറായി. പക്ഷെ അന്നേരം ലീന് ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഞാൻ 2.5 കൊല്ലത്തെ ഉള്ളതാണ് ഡെപ്യൂട്ടി കളക്ടറായിട്ട് ഇരുന്നിട്ടുള്ളൂ. ലീൻ എന്നെ ഡിക്ലെയർ ചെയ്തിട്ടില്ല. ലീന് പഴയത് തന്നെ നടക്കുന്നതാണ്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഓടിച്ചെന്നു. ഉടൻ പറയാം, ഇത് പറ്റത്തില്ല, AGയുടെ ഒപ്പീനിയൻ വേണം. ഈ തോമസ് സാറിനെ എനിക്ക് കൊല്ലണമെന്നുള്ള, കാരണം വെച്ചാൽ ഇത് സെപ്റ്റംബർ കഴിഞ്ഞ് ഡിസംബർ വരെ നീട്ടിക്കൊണ്ട് പോകണമല്ലോ. ഉടൻ തന്നെ AGക്ക് ഒപ്പീനിയൻ അയച്ചു. റവന്യൂ മാറ്റർ ആയതുകൊണ്ട് വെങ്ങാനൂർ ചന്ദ്രശേഖരൻ നായർ സാറാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം KP രാജേന്ദ്രനെയും അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് ദിലീപ് തമ്പിയൊക്കെ വിളിച്ചു. ദിലീപിനെയൊക്കെ വിളിച്ചു. ഇത് നമ്മുടെ തച്ചിരി പ്രഭാകരൻ്റെ മകനാണ്, നിങ്ങൾക്ക് രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും എതിർപ്പുണ്ടോ? അങ്ങനെ എലിജിബിളാണ്, ഈ കോടതി വിധിയെല്ലാം വെച്ചിട്ടാണ് പറയുന്നത്, ശരിയാണ്, അങ്ങനെ പൊളിറ്റിക്കലാണ്. ഒന്നുമില്ല, ഞങ്ങൾ സാറിനെ വിളിക്കാനിരിക്കുകയാണെന്ന് ദിലീപും അതുപോലെ തന്നെ അവരെല്ലാവരും കൂടെ പറഞ്ഞു, KPയും എല്ലാവരും കൂടെ പറഞ്ഞു. അപ്പം ഞാൻ CPIക്കാരുടെ കൂടെ വർക്ക് ചെയ്യുകയാണെന്ന് മനസ്സിലാക്കണം. അച്യുതാനന്ദനാണ് മുഖ്യമന്ത്രി. അങ്ങനെ വെങ്ങാനൂർ ചന്ദ്രശേഖരൻ നായർ സാറ് എനിക്ക് അനുകൂലമായിട്ട് റിപ്പോർട്ട് അവിടെ നിന്ന് എഴുതി. ഞാൻ പോയി കണ്ടിട്ട് പോലും, അവരുടെ സഹായവും കിട്ടി. അവരുടെ സഹായം കിട്ടിയെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് ഇവിടെ കിട്ടിയെന്ന് ദിലീപ് വിളിച്ച് പറയുന്ന ദിവസം അദ്ദേഹം മരിക്കുക. ഓഹോ, ഇത് വിധി നോക്കുക. എന്നിട്ട് ഞാൻ അതും കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ തോമസ് സാറ് പിന്നെയും പറയാം, ഇത് പോരാ, ലോയുടെ കൂടെ അഭിപ്രായം വേണം.
അപ്പൊ ഇതിലെ ടെന്നീസ് കളിക്കുന്നവണ്ണം ഇങ്ങനെ തോമസ് സാറ് തന്നെ ഇവനെ കഥ കഴിക്കും, അതുകൊണ്ട് നമ്മളാരും കഥ കഴിക്കേണ്ട കാര്യമില്ല എന്ന് ബാക്കി ശത്രുക്കളെല്ലാം കൂടെ തീരുമാനിച്ചു. അങ്ങനെ ലോയിലേക്ക് എഴുതി. ലോയിലേക്ക് എഴുതി കഴിഞ്ഞപ്പം ഗോപിനാഥ് സാറാണ് ലോ സെക്രട്ടറി. എനിക്ക് അദ്ദേഹത്തിനെ അറിയത്തില്ല, പക്ഷെ എൻ്റെ ഒരു റിലേറ്റീവ് സാജു, പിന്നീട് റവന്യൂ മന്ത്രിമാരുടെയൊക്കെ PS ആയിരുന്ന സാജു അവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞു, സാജുവായിട്ട് ഇങ്ങനൊരു സാധനം വന്നു, ഈ തോമസ് സാർ എനിക്ക് വൈരാഗ്യം വെച്ചിട്ടാണോ ഉപകാരം ചെയ്യാനാണെന്നൊന്നും എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞ് ലോയിലൊന്ന് നോക്കണം എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പം ലോയിൽ നിന്നും വന്നു. അത് കഴിഞ്ഞ് അന്ന് ഒരു OJ ബാബു ബാബു എന്ന് പറഞ്ഞ ഒരാളാണ് GADയുടെ അഡീഷണൽ സെക്രട്ടറി. അപ്പോൾ ഏതാണ്ട് ഡിസംബർ പകുതി കഴിഞ്ഞു. അപ്പം ബാബു പറഞ്ഞ് ഇക്കൊല്ലം ഡിസംബറിൽ സെലക്ഷൻ കമ്മിറ്റി ഉണ്ടാകത്തില്ല, കാരണം UPSC മെമ്പർ ഏതാണ്ട് വിദേശത്ത് പോയിക്കാണ്. അവർ ഒരു ലേഡിയാണ്, അവർ വരത്തില്ല. ശശി സിംഗ് എന്ന് കണ്ട് പറഞ്ഞൊരു ലേഡിയാണ്, അവർ വരത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡിസംബർ 24-ാം തീയതി എന്തായാലും ഈ കൊല്ലം ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഞാനും ഫാമിലിയായിട്ട്, അന്ന് ഞാൻ സർവേ ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് വയനാട്ടിലും മറ്റും സർവേ നടക്കുക. ഞാൻ പറഞ്ഞു, ഈ പ്രാവശ്യം നമുക്ക് സർവേ ക്യാമ്പുകളിലും ഗസ്റ്റ് ഹൗസുകളിലുമായിട്ട് പോകാമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഫോർഡ് വണ്ടി, ഒരു പഴയ വണ്ടിയാണ്, അത് ഓടിച്ച് എറണാകുളത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ, ഞങ്ങൾ അന്ന് രാത്രി വയനാട്ടിലെത്തണ്ട, എറണാകുളത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാൻ ബെൽറ്റ് കിട്ടി. അങ്ങനെ ഞാൻ ഫോർഡിൽ കൊണ്ടു കൊടുത്തിട്ട് അവർ പറഞ്ഞ് സാധനമില്ല, പിറ്റേ ദിവസം കിട്ടത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ താമസിക്കുമ്പോൾ രാത്രി ബാബു വിളിച്ചിട്ട് പറയുന്നു, 30-ാം തീയതി ഇന്റർവ്യൂ. ഞാൻ ആ വയനാട്ടിൽ പോയിരുന്നെങ്കിൽ എൻ്റെ മൊബൈലും കിട്ടത്തില്ല. പണ്ട് ഞാൻ വയനാട്ടിൽ പോയപ്പോഴത്തേക്ക് വീട്ടിലും കള്ളം കയറിയിട്ട് ഞാൻ 2 ദിവസം കഴിഞ്ഞ് അറിഞ്ഞത്. വിളിച്ചു പറഞ്ഞു ഉടൻ തന്നെ ഡൽഹിക്ക് പോകണം. അങ്ങനെ ആ ഫാൻ ബെൽറ്റ് കിട്ടിയില്ല എന്ന് ചിലപ്പം ഒരുപക്ഷെ ഞാൻ മിസ് ചെയ്തു പോയി. ഞാൻ 31-ാം തീയതി അങ്ങോട്ടാണ് തിരിച്ചു വരാനായിട്ട്, കാട്ടിൽ ഏതാണ്ട് ഒരു ഫോറസ്റ്റിൻ്റെ ഒരു ഉണ്ട്, അവിടെ പോയി താമസിക്കാമെന്ന് പറഞ്ഞ് ഫാമിലിയായിട്ട് പോവുകയാണ്. അങ്ങനെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പം കേൾക്കുന്നു, ഞാൻ നേരെ 27-ാം തീയതി പോയി വാജിറാമൻ രവി പോയി ഏതൊക്കെയായിരിക്കും UPSCയുടെ ക്വസ്റ്റ്യൻസ് വരുന്നതെന്നുള്ള 2-3 ദിവസം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. 28-ാം തീയതി കേൾക്കുന്നു PJ തോമസ് സാറ് സെൻട്രൽ ഡെപ്യൂട്ടേഷനിലേക്ക് പോകുന്നു. ഞാൻ പിന്നെയും ഹൃദയം നടുങ്ങിപ്പോയി. കാരണം എന്ന് വെച്ചാൽ ഇദ്ദേഹം ഈ ഇന്റർവ്യൂ പങ്കെടുത്തില്ലെങ്കിൽ വേറെ വല്ലവരും ആണെങ്കിൽ എനിക്ക് കിട്ടത്തില്ല. പക്ഷെ എന്തായാലും 30-ാം തീയതി ഇന്റർവ്യൂവിൽ അദ്ദേഹം വന്നു. മരിച്ചുപോയിട്ടുള്ള KJ മാത്യു സാറായിരുന്നു ആഭ്യന്തര സെക്രട്ടറി. അദ്ദേഹം എൻ്റെ അടുത്ത് NIA ആക്ട് എന്ന് NIA രൂപീകരിച്ചാണ്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞു, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ പറ്റി. അവസാനം PJ തോമസ് സാർ അവിടെ നിന്നുണ്ട് ഒരു ലീഡിങ് ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ഒത്തിരി കരിയർ ഉണ്ടായിരുന്നല്ലോ സ്റ്റേറ്റ് സർവീസ്, വാട്ട് ഇൻ യുവർ കരിയർ ഈസ് ദ മോസ്റ്റ് സെലിബ്രേറ്റിംഗ് മൊമെന്റ് ഇൻ യുവർ കരിയർ. അപ്പം ഞാൻ പറഞ്ഞു APJ അബ്ദുൽ കലാം, അദ്ദേഹം വന്നതാണ്, ഇന്ത്യയിലെ ആദ്യത്തെ EduSat നെറ്റ്വർക്ക് ചെയ്തു, സ്കൂൾ എഡ്യൂക്കേഷന് വേണ്ടി ആദ്യത്തെ ചാനൽ ഉണ്ടാക്കി, അങ്ങനെ ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് നടന്നു. ആൻഡ് ഡ്യൂറിങ് ദാറ്റ് ടൈം മൈ ചീഫ് സെക്രട്ടറി വാസ് ദ പ്രിൻസിപ്പൽ സെക്രട്ടറി ഹു വാസ് ഗൈഡിങ് മീ. ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻ ബാക്കിയുള്ളവർക്ക് മനസ്സിലായി. Guiding me in all these things, and that I should contribute my achievement to his credit only, not my credit എന്ന് കമ്മിറ്റിയുടെ അടുത്ത് പറഞ്ഞ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം കമ്മിറ്റി ബോധ്യപ്പെടുത്തുകയും ചെയ്തു. I was rank number 1 out of the 10 persons attended the interview. Rank number 2 was MS Jaya. ഞങ്ങളെ 2 പേരെയും ആ പ്രാവശ്യം സെലക്ട് ചെയ്തു. ഇതാണ് വന്നത്. അപ്പോൾ ഇതിനകത്ത് തിരുവനന്തപുരത്ത് ഒരു ഭൂലോക ഫ്രോഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അവനെ ഞാൻ കളക്ടറായിട്ടിരുന്ന സമയത്ത് ദത്ത് കൊടുക്കുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറച്ചധികം ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇവനും എൻ്റെ റാങ്ക് ലിസ്റ്റുള്ള 1-ാം റാങ്കുകാരനാണ്. അയാൾ ഒരു കേന്ദ്ര സർക്കാരിൽ നിന്ന് വന്നതാണ്. അയാൾ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് ഈ 3.5 കൊല്ലം എൻ്റെ റെഗുലറൈസ് ചെയ്ത് കിട്ടിയല്ലോ, ഞാൻ കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ നിന്ന്. അത് ഇയാൾക്ക് റെഗുലറൈസ് ചെയ്യല്ല, പക്ഷെ ഐ വാസ് വർക്കിംഗ് ഹിയർ. ഇയാൾ പറയുന്നത് മിലിറ്ററിക്കാർക്ക് ഒരു പ്രൊവിഷനുണ്ട്, 8 കൊല്ലം സർവീസ് വേണ്ട, 4 കൊല്ലം സർവീസ് മതി എക്സ് സർവീസ്മെൻ എന്നാണ് ഓഫീസേഴ്സിന്. ആ ഇക്വലൻ്റ് ആയിട്ടുള്ള ഡെപ്യൂട്ടി കളക്ടർ ഇക്വലൻ്റ് ആയിട്ടുള്ള കമ്മീഷൻ്റെ ഓഫീസർ പോസ്റ്റിൽ ഇരുന്നാൽ മതി. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിന് എക്സംഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു അത് നടക്കുന്ന കാര്യമില്ല, കാരണം വെച്ചാൽ ഐ വാസ് സെർവിങ് ഹിയർ. I have actually put in nearly 9 years of service in Kerala State Service, and that in a gazetted capacity. അപ്പോൾ ഇയാളും പിന്നെ നമ്മുടെ 1-ാം നമ്പർ ബുദ്ധിജീവിയും കൂടെ ചേർന്നിട്ട് എൻ്റെ ഈ 3.5 കൊല്ലവും, പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ തോമസ് സാറൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ള, ഇതെല്ലാം കൂടെ വെച്ച് ഞാനൊരു വ്യാജനാണെന്നും പറഞ്ഞൊരു സ്റ്റോറി ഉണ്ടാക്കുകയും ഇന്നും ആളുകൾ ഞാൻ വ്യാജനാണ്, രേഖകൾ തിരുത്തിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞു. ആൻഡ് ഐ ഡോണ്ട് കെയർ. ഞാൻ അതിനുശേഷം
IAS വന്നു, ഡെപ്യൂട്ടി സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, രാജനാരായണ സ്വാമി വ്യാജനാണ്. ഡെപ്യൂട്ടി സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി, സ്പെഷ്യൽ സെക്രട്ടറി, സെക്രട്ടറി ആയി. തിരുവനന്തപുരം കളക്ടറായിരുന്നു. ഞാൻ ആരുടെ അടുത്ത് പോയി ചോദിച്ചല്ല, KSEB എന്ന് പറഞ്ഞ വൺ ഓഫ് ദ മോസ്റ്റ് കവറ്റഡ് പോസ്റ്റ്, അതിൽ നിന്ന് ഞാൻ ഇറങ്ങി. ഈ പറഞ്ഞ കക്ഷികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എവിടെയോ എങ്ങോ ഏതോ വകുപ്പുമായിട്ട് ഇരിക്കുന്നു. അപ്പം ഇതാണ് ദൈവത്തിൻ്റെ കളി, മനസ്സിലായില്ലേ? വ്യാജനാണെന്നൊന്നും ഇല്ല. കാരണം ഞാൻ അങ്ങോട്ട് എതിർത്തതാണ്. തോമസ് സാറേ എനിക്ക് റെഗുലർ സർവീസ് ഇല്ല. അപ്പൊ പുള്ളി പറഞ്ഞു, സാറേ എവിടെയോ റെഗുലർ എന്നൊരു വാക്കില്ല, താൻ എന്തിനാ ഈ ആവശ്യമില്ലാത്ത അതിനകത്ത് ഇന്റർപ്രീറ്റ് ചെയ്തത്. ആ തോമസ് സാർ തന്നെ റെഗുലർ എന്നൊരു വാക്കുകൂടെ ചേർത്ത് എനിക്ക് എഴുതി തന്നു. അത് അങ്ങനെയാണ് ഈ കടമ്പകളെല്ലാം കടന്ന് IAS. ഇപ്പൊ ഈ നമ്മുടെ ഈ പുതിയ സർക്കാർ വന്ന ശേഷം അവർ പ്രഖ്യാപിച്ച ഇന്ദിരാഗാന്ധി ഗ്യാരണ്ടിയുടെ 5 പ്രധാന പദ്ധതികളുടെ ഒന്ന് KSRTCയിൽ വനിതകൾക്ക് സൗജന്യമായിട്ട് യാത്ര. ഈ KSRTCയിൽ ഇരുന്ന അനുഭവത്തിൽ KSRTC പണ്ടേ ഗർഭിണി, ഇപ്പൊ ദുർബല എന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥയില് ഈ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന ആ ഒരു വലിയ ഭാരവും കൂടെ ഏറ്റെടുത്ത് KSRTCക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? സൗജന്യ യാത്ര കൊടുക്കുന്നത് അത്ര നല്ല ഒരു ടെൻഡൻസി ഇല്ല. ഫിൻലാൻഡ് പോലുള്ള പല രാജ്യങ്ങളും കൊടുത്തിട്ടും ആളുകൾ ആവശ്യമില്ലാതെ യാത്ര ചെയ്യും. അത് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതാണ് അതിൻ്റെ ദോഷമായിട്ടുള്ള കാര്യം. അതേസമയം വെനെവർ ദെയർ വാസ് ഈ ഫ്യൂവലിൻ്റെ ഹൈക്ക് വരുമ്പം അവരൊക്കെ ചെയ്ത് വിദേശ രാജ്യങ്ങളിൽ പലതും ചെയ്തത് എന്താണെന്ന് വെച്ചാൽ എല്ലാ വണ്ടിക്കകത്തും സൗജന്യ യാത്ര കൊടുത്തു. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആളുടെ സ്വന്തം വണ്ടിയിൽ നിന്ന് ഇതിലേക്ക് മാറാനാണ്. അതർവൈസ് ഇറ്റ് ഈസ് കോസ്റ്റ്ലി. ഓസ്ട്രേലിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര കോസ്റ്റ്ലിയാണ് ബസ് ചാർജസ് പോലും. അപ്പോൾ അവിടെയൊക്കെ സൗജന്യ യാത്ര കൊടുക്കുമ്പോൾ പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിന് നയമായിട്ട് കൊടുത്തു. അപ്പൊ പൊതുഗതാഗതം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ 40,000 ബസ് ഉണ്ടായിരുന്നാണ് പ്രൈവറ്റ് ബസ്. KSRTC 10,000, 5,000, 6,000 ഉള്ളൂ. അതെല്ലാം നശിച്ച നാരായണക്കറ്റ 7,000 ബസ്സിൽ താഴെ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഇതിന്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെദർ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ക്യാൻ അഫോർഡ് ദാറ്റ്. ഇപ്പം ബാലോപാല് പോകുന്ന പോക്കിൽ ഒരു തള്ളൊക്കെ തള്ളി 6,000 കോടി രൂപയുണ്ട്. 6,000 കോടി ഉണ്ടായിരുന്ന ഈ സംസ്ഥാന സർക്കാരിലെ ജീവനക്കാരുടെ ശമ്പളം അങ്ങ് പരിഷ്കരിക്കാറുണ്ടല്ലോ, DA കുടിശ്ശി കൊടുക്കാറുണ്ടല്ലോ, ആശാ വർക്കേഴ്സിന് കൊടുക്കാറുണ്ട്. ഇവിടെ ഒന്നും ഇല്ലായിരുന്നു എന്നുള്ളതും ഉള്ള കടം വാങ്ങിക്കാനുള്ള പ്രൊവിഷൻ മൊത്തം കിഫ്ബി വഴി വാങ്ങിച്ചു തീർന്നെന്നുള്ള എല്ലാ കൊച്ചു കുഞ്ഞുങ്ങൾക്കും പോലും അറിയാവുന്ന അങ്ങനെ വളരെ ഒരു പ്രിക്കാരിയസ് സിറ്റുവേഷനിൽ ഈ ഗവൺമെന്റ് എത്രത്തോളം അഫോർഡ് ചെയ്യുമെന്നുള്ളതാണ് ഇതിനകത്ത് ആദ്യം. ആന വാവിളക്കുന്ന കണ്ടിട്ട് അണ്ണാൻ വാവിളക്കരുത്. കർണാടകയും തമിഴ്നാടും പഞ്ചാബും ഡൽഹിയൊക്കെ എന്ന് പറഞ്ഞ് ഭയങ്കര വരുമാനമുള്ള സംസ്ഥാനമാണ്. അവർക്കിതൊന്നും ഒരു ഇഷ്യൂവേ അല്ല. ഇവിടെ എന്തായാലും പ്രഖ്യാപിച്ചു. ഇനിയിപ്പോ കൊടുക്കാതിരിക്കാൻ പറ്റില്ല, കൊടുക്കാം. പക്ഷെ ഇനി അതിനെ എങ്ങനെ അതിജീവിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതായത് അല്ലല്ല, അത് കൊടുക്കുന്നതിനകത്ത് 2-3 നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. ഓർഡിനറി മാത്രമാണോ? അതെ. ഫാസ്റ്റിലാണോ? ഓർഡിനറി മാത്രമാണെങ്കിൽ അത്രയും വലിയ ഡാമേജ് ഇല്ല, വരത്തില്ല. എന്താണെന്നറിയാം, ഓർഡിനറിയിൽ ഇപ്പം കേരളത്തിലെ KSRTC എടുത്ത കണക്കനുസരിച്ച് 51 തൊട്ട് 54% വരെയാണ് വിവിധ ക്ലാസ്സുകളിലുള്ള സ്ത്രീകൾ പോകുന്നത്. 4,700 വണ്ടികളുടെ 3,700 വണ്ടികളുടെ ഓർഡിനറിയാണ്. ഇവിടെ ദോഷം വരാൻ പോകുന്നത് എന്താണ്? പ്രൈവറ്റ് ബസ്സിൽ നിന്ന് ആളുകൾ എല്ലാവരും കൂടെ പ്രൈവറ്റ് ബസ്സും KSRTC ഈ സ്ത്രീകളെല്ലാം കൂടി ഇതിനകത്ത് വരും. ഈ സ്ത്രീകളെല്ലാം കൂടി ഇപ്പം തന്നെ നിങ്ങൾ നോക്കണം, രാവിലെ നോക്കുക, എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്, പല വണ്ടിയും നിറഞ്ഞിട്ടാണ് പോകുന്നത്. ഇപ്പം സൗജന്യം കൂടെ ആകുമ്പോഴത്തേക്ക് പലരും ബൈക്കും സ്കൂട്ടറും ഒക്കെ ഉപേക്ഷിച്ചിട്ടാണ് എന്നിട്ട് സ്ത്രീകൾ വരുന്നത്. അതിൻ്റെ ദോഷം എന്താണ്? പുരുഷന്മാർക്ക് കയറാൻ സ്ഥലമില്ലാതെ വരും. വണ്ടിയുടെ എണ്ണം കൂട്ടണ്ടേ? അതെ, വണ്ടിയുടെ എണ്ണം കൂട്ടാതെ KSRTCയിൽ 20 വർഷമായിട്ടുള്ള വണ്ടിയുണ്ട്. 15 വർഷം കഴിയുന്നുണ്ടെ വാഹനത്തിൽ നിന്ന് എടുത്ത് കളയും. ഞാനൊരു വിചിത്രമായ ഒരു ഓർഡർ ഇറക്കി, കൈകൊണ്ട് RC ബുക്ക് എടുത്തിട്ട് എഴുതിച്ചിട്ട് ഓടിച്ചോളാൻ പറഞ്ഞു. അല്ലെങ്കിൽ 1,700 പണ്ടങ്ങനല്ലായിരുന്നു. വാഹനമില്ല, വാഹനത്തിൽ നിന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് 15 വർഷം കഴിയുമ്പോൾ പുറത്തു പോകുന്ന വണ്ടി. 19 വർഷം 18 വർഷമുള്ള ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. ഫ്ലീറ്റ് റീപ്ലേസ്മെന്റ് നടക്കുന്നില്ല. 950 ബസ്, ഇലക്ട്രിക് ബസ്, ഓർഡിനറി പ്രധാനമന്ത്രി ഈ സേവയിൽ തരാമെന്ന് പറഞ്ഞിട്ട് വേണ്ടാന്ന് വെച്ചു. അപ്പൊ ഈ പഴയ വണ്ടി വെച്ചിട്ട് അതിൽ തന്നെ പലതും പല ദിവസവും ബ്രേക്ക് ഡൗൺ ആണ്. അഭൂതപൂർവമായിട്ടുള്ള തിരക്ക് എങ്ങനെ ഗവൺമെന്റ് നിയന്ത്രിക്കാൻ പോകുന്നു? കൂടുതൽ വണ്ടി ഇറക്കുമോ? അതിനകത്ത് സ്വാഭാവികമായ ഒരു ചോദ്യം വരുന്നുണ്ടല്ലോ. അതായത് KSRTCക്ക് ഈ സൗജന്യം കൊടുക്കാന്ന് പറയുന്നത് KSRTC വഹിക്കുകയല്ല, സർക്കാർ കൊടുക്കണം സബ്സിഡി. അങ്ങനെയാണെങ്കിൽ സ്വകാര്യ ബസ്സുകൾക്കും അത് തർക്കമല്ലേ, അവർക്കും കൊടുക്കണ്ടേ സബ്സിഡി ഒരു ദിവസം? അല്ലെങ്കിൽ അവരെങ്ങനെ മുന്നോട്ട് പോകും? കാരണം ആ സ്ത്രീകൾ അതിലേക്ക് ഞാൻ വരാം. ഒരു ദിവസം ഏതാണ്ട് 2.5 കോടി രൂപ തൊട്ട് ഇപ്പൊ ഫാസ്റ്റ് പാസഞ്ചറും എല്ലാം കൊടുക്കണമെങ്കിൽ 4.5 കോടി രൂപ വരെയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾ ഇവരെടുത്ത കണക്കനുസരിച്ച് ഈ 51% കണക്ക്. ഓർഡിനറി മാത്രമാണെന്നുണ്ടെങ്കിൽ പോട്ടെ, നമുക്ക് അഫോർഡ് ചെയ്യാന്ന് വെക്കാം.
ഈ പ്രൈവറ്റ് ബസ്സിൽ നിന്ന് സ്ത്രീകൾ പോകുമ്പോഴത്തേക്ക് അവിടെ എന്ത് സംഭവിക്കും? പ്രൈവറ്റ് ബസ് നഷ്ടത്തിലാവും. അപ്പം ഓൾറെഡി 40,000-ൽ നിന്ന് 8,000-ആയിട്ട് വന്നിട്ടുള്ള അല്ലെങ്കിൽ 7,000-ആയിട്ട് വന്നിട്ടുള്ളത് ഇനിയും താഴോട്ട് പോകുമ്പോൾ എന്ത് പറ്റും? ഇവിടെ സംഭവിച്ചത് മനസ്സിലാക്കണം. കോവിഡ് കാലത്ത് ഈ മുഖ്യമന്ത്രി, അവസാനം ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ടാണ് അത് മാറ്റിയത്, മുഖ്യമന്ത്രി ഉപദേശിച്ച ഹെൽത്തിലെ വിദഗ്ധന്മാർ പറഞ്ഞു, ഇരുന്ന് അടുത്തടുത്ത് കസേരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ കോവിഡ് പിടിക്കത്തില്ല, നിന്നുകൊണ്ട് പോയാൽ കോവിഡ് പിടിക്കും. ആളുകളെ ഒന്നും വണ്ടിക്കകത്ത് കയറ്റാറായി. ലാസ്റ്റ് ബസ് പോകുന്നവനെ പോരുവാണെന്നുണ്ടെങ്കിൽ പോലീസ് വന്ന് ഇറക്കി നിർത്തുകയാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? കേരളം മൊത്തം ബൈക്കായില്ലേ? 58-60% ബൈക്കാണ് കേരളത്തിലെ വണ്ടികളിൽ. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് എന്താണ്? ബൈക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കുക എന്നുള്ളതാണ് കേന്ദ്ര മേക്ക് ഇൻ ഇന്ത്യ. അതാണ് കേന്ദ്ര ഗവൺമെന്റ് പരിപാടി. ഇവിടെ എന്താണ്? ഡീസൽ എന്തുമാത്രം ചെലവാകും, അതിനകത്തു നിന്ന് എത്ര ടാക്സ് കിട്ടും എന്നുള്ളതാണ് ഇവിടുത്തെ ധനകാര്യമന്ത്രിയുടെ തീരുമാനം. ഇപ്പൊ മുഖ്യമന്ത്രി തന്നെയാണ് ഇത്. മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം പൊതുഗതാഗതം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് എന്താ ചെയ്യേണ്ട? ഒന്ന് ഇലക്ട്രിക് ബസ് ആക്കുക. അപ്പം കുറച്ചുകൂടെ പിടിച്ചു നിൽക്കാം. കാര്യം പുരുഷന്മാരും പോയി, ഇനി എത്രയോ ലേഡീസ് ഉള്ളി ബസ് കൊടുക്കേണ്ടി വരും. കാരണം വെച്ചാൽ ഇത്രയും ആളുകളുടെ ഇടയിൽ നടന്നിട്ട് 2-3 പുരുഷന്മാർ നിൽക്കുകയും സൗജന്യ യാത്രയ്ക്കുള്ള ബസ് കൊടുക്കണോ, അതാണോ പരിപാടി? അങ്ങനെ ചില പോസ്റ്റർ KSRTC-നായിട്ട് കണ്ടു. തമിഴ്നാട്ടിൽ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഏറ്റവും വലിയ അപകടം വരുന്നത്, ഇപ്പം ഓർഡിനറി വരുമ്പോഴത്തേക്ക് KSRTC-യും പ്രൈവറ്റ് ബസ്സും കൂടെ പോകുമ്പോൾ അവിടുന്ന് ഒരു ഷിഫ്റ്റ് ഉണ്ടാകും. ഫാസ്റ്റ് പാസഞ്ചർ കൊടുത്താൽ അതിനേക്കാളും വലിയ ഷിഫ്റ്റ് ഉണ്ടാകും. ഇന്നിപ്പം KSRTC-യേക്കാളും ചാർജ് കുറവുള്ളത് കൊണ്ടാണ് ആളുകൾ ട്രെയിനിൽ പോകുന്നത്. സൗജന്യമാക്കുന്നുണ്ടെങ്കിൽ സ്ത്രീകൾ മൊത്തം ഇഞ്ഞു വരും, ട്രെയിൻ യാത്രക്കാരും കൂടെ വരും. ഇത് ഈ പഴയ വണ്ടി വളരെ ലിമിറ്റഡ് നമ്പർ വെച്ച് കേരള ഗവൺമെന്റ് എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളതാണ്. ചെയ്തത് നല്ല തീരുമാനമാണ്. അത് സൗജന്യമാക്കുകയല്ല, ഒരു വളരെ നോമിനലായിട്ട് ആക്കുന്നതിന് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു കാര്യം. ഇപ്പം നമുക്കറിയാം, തിരുവനന്തപുരം മാത്രം എടുത്തു കഴിഞ്ഞാലും ഒട്ടേറെ സ്ത്രീകൾ ഈ ഔട്ട്സ്കേർട്സിൽ നിന്നൊക്കെ ബസ്സിലാണ് സിറ്റി വന്ന് ജോലി ചെയ്യുന്നത്. അവർ തുച്ഛമായ ശമ്പളത്തിനാണല്ലോ ചെയ്യുന്നത്. 300 രൂപ, 400 രൂപ, 500 രൂപയ്ക്കൊക്കെ ജോലി ചെയ്യുന്നത്. അവരൊരു 50 രൂപ, 100 രൂപയൊക്കെ ബസ് കൂലി കൊടുക്കേണ്ട ആവശ്യം. അവരെ സംബന്ധിച്ചൊരു വലിയ സർവീസാണ്. കാരണം അവരുടെ ജീവിതത്തിൽ ഇത്രയും ഒരു ചിലവ് കുറഞ്ഞു കിട്ടുകയാണ്. 50-100 രൂപയുടെ ചിലവ് കുറഞ്ഞു കിട്ടുക വലിയ കാര്യമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഫാസ്റ്റിനും എക്സ്പ്രസിനും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണം എന്താണ്? കാരണം അതിലൊക്കെ യാത്ര ചെയ്യുന്ന സ്ത്രീകളിലധികവും ഒരു സാമ്പത്തികമായി ഡെയിലി യാത്ര ചെയ്യുന്നവർ, ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരോ അങ്ങനെയുള്ളവരൊക്കെ ആയിരിക്കും. അവർക്ക് ഈ സൗജന്യം കൊടുത്തിട്ട് എന്താ കാര്യം? അപ്പം ചിലരെയൊക്കെ ഇപ്പൊ ഉദ്യോഗസ്ഥരായിട്ടുള്ള സ്ത്രീകളെ അവരൊക്കെ ഇതിനകത്ത് അക്സെപ്റ്റ് ചെയ്യണ്ടേ? ഇവിടെ 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വന്നത്. കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന ഇവിടെയൊക്കെ കൊടുത്തേക്കുന്ന അനുസരിച്ച് അവിടെയൊക്കെ ഭയങ്കരമായിട്ട് വരുമാനം ഉള്ളത് മാത്രമല്ല, അവിടെ 15% പോലും പ്രൈവറ്റ് ബസ് ഇല്ല. ഇവിടെ കേരളത്തിൽ 30% യാത്രക്കാർ മാത്രം KSRTC പോകുന്നു. 70% ആൾക്ക് അതിനെ തകർത്ത് കഴിയുന്നുണ്ട്. അതും കൂടെ അതുകൊണ്ട് പ്രൈവറ്റ് ബസ്സിലൂടെ ഇത് സൗജന്യമാക്കണം എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ പോയിന്റ്. രണ്ടാമത് ന്യായമായ ഒരു ആവശ്യമാണ്. കാരണം അവരും സർക്കാരും എല്ലാം ഒരേപോലെ പ്രവർത്തിക്കുന്നവർ. അവരവരുടെ പിന്നെ കഴിവ് കൊണ്ടും മിടുക്കൊണ്ടും ഒക്കെ അവര് മിനിമം എക്സ്പെൻസിൽ ഓടിച്ച് ലാഭകരമാക്കുന്നുണ്ട്. KSRTC നഷ്ടത്തിലോടുന്നു. അപ്പൊ നഷ്ടത്തിലോടുന്ന KSRTC സബ്സിഡി കൊടുക്കുകയും എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന പ്രൈവറ്റ് മേഖല ഇത് നിസ്സാരമായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. ഞാൻ ഇതിലേക്ക് വരാം. അപ്പം KSRTC-യുടെ വണ്ടികൾ ഇലക്ട്രിക്കലാക്കുന്നത് പോലെ തന്നെ ഗവൺമെന്റ് KSF-ന്നോ മറ്റോ ലോൺ കൊടുത്തിട്ട്, ഒരു സോഫ്റ്റ് ലോൺ കൊടുത്തിട്ട് ആ വണ്ടികളും കൂടെ ഇലക്ട്രിഫൈ ചെയ്യാനായിട്ടുള്ള, ഇലക്ട്രിക് വെഹിക്കിൾ ആക്കാനായിട്ടുള്ള ഒരു മാർഗം ഉണ്ടാക്കണം. സ്റ്റേറ്റ് വൈഡായിട്ട് എത്ര വണ്ടികൾ വേണം അങ്ങനെ മൊത്തം ഇലക്ട്രിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ? മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1,35,000 കോടി രൂപയ്ക്ക് കേരളയിൽ 67,000 പേര് കയറുന്ന കേരളയിൽ ഉണ്ടാക്കുന്ന സർക്കാരാണ്. അത് ഉപേക്ഷിച്ചല്ലോ. അല്ല, അതിനുവേണ്ടി ചിന്തിച്ചൊരു സർക്കാരാണ്. മെട്രോയ്ക്ക് 7,616 കോടി രൂപ മുടക്കി മെട്രോ ഉണ്ടാക്കുന്നതാണ്. 1,00,000 പേര് കയറുന്നത്. ഇത് 25 ലക്ഷം പേര് കയറുന്നത് ഒരുപക്ഷെ നേരെ ബസ് ഉണ്ടെങ്കിൽ 40 ലക്ഷമായിട്ട് ഉയരുകയാണ്. പ്രൈവറ്റും കൂടെ വരുമ്പോഴത്തേക്ക് ഏതാണ്ട് 70 ലക്ഷമായിട്ട് ഉയരാൻ പോകുന്ന ഒരു സിറ്റുവേഷനില്ല. ആ 70 ലക്ഷം പേർക്കുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് പുരുഷന്മാർക്ക് റോഡും കൂടെ വേണമായിരുന്നു. അല്ല, ഈ ബസ് വരുമ്പോഴത്തേക്ക് മനസ്സിലാക്കണം, 60 ബൈക്കുകളാണ് അവിടെ റീപ്ലേസ് ചെയ്യപ്പെടുന്നത്, 30-40 കാറുകളാണ് അവിടെ റീപ്ലേസ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇതിനകത്ത് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് വേണം. ഞാൻ ഇപ്പൊ CP ജോൺ, അദ്ദേഹമാണ് മന്ത്രി, എന്നെ വിളിച്ചു ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാൻ പോകുന്ന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ബസ് പ്രയോറിറ്റി ആയിരിക്കണം ഈ ഗവൺമെന്റ്. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, തിരുവനന്തപുരത്ത് ലൈറ്റ് മെട്രോയ്ക്ക് വേണ്ടിയാണെന്ന് 3,500 കോടി രൂപ വേണ്ട ഈ പരിപാടിക്ക്, കേരളത്തിലെ പ്രൈവറ്റ് ബസ് ഉൾപ്പെടെ മാറ്റുന്നതിന്. ഈ ബസ് സ്റ്റാൻഡുകളെല്ലാം ആണെന്നുണ്ടെങ്കിൽ PPP മാതൃകയിൽ, അല്ലാതെ ഒന്നും ചെയ്യേണ്ട. PPP മാതൃകയിൽ ഇങ്ങോട്ട് തരുന്ന IFC-യുടെ, അത് വേൾഡ് ബാങ്കിന്റെ ഒരു ഏജൻസിയാണ്, കൺസൾട്ടന്റ് ഏജൻസിയാണ് IFC. അവരാണ് 400ഓളം കോടി രൂപ ഇങ്ങോട്ട് തരുമെന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടല്ലോ പ്രപ്പോസൽ ഉണ്ടാകുന്നിട്ട് അതിന് പകരം ഈ കൺസ്ട്രക്ഷൻ ചെയ്യാണ്. അപ്പോൾ അതൊരു
ADBയുടെ ലോണോ മറ്റും എടുത്തിട്ട് പ്രൈവറ്റ് ഇതും ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ. പ്രൈവറ്റും KSRTCയും കംപ്ലീറ്റ് ആയിട്ട് ഇലക്ട്രിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ. ഇഷ്ടം പോലെ വണ്ടി ഉണ്ടാകണം. അപ്പൊ പക്ഷെ കേരള ഗവൺമെന്റ് അന്നേരം ഇതൊക്കെ ഒരു അത്രമാത്രം അതിനെക്കുറിച്ചൊരു വിഷനും ചെറിയ റിസ്ക്കും ഉണ്ട്. കാരണം എന്താ, എപ്പോഴും താങ്കൾ തന്നെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് പോലെ എപ്പോഴും വലിയ പ്രോജക്റ്റുകളാണ് സർക്കാരിന് താല്പര്യം. കാരണം അത് വിസിബിലിറ്റി ഉണ്ട്. ഈ ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ വിസിബിലിറ്റി ഇല്ല. ഇതാണ് ഏറ്റവും വലിയ വിസിബിലിറ്റി ഉള്ള കാര്യം. ഈ വണ്ടിയിലെല്ലാം ആണെന്നുണ്ടെങ്കിൽ കേരള ഗവൺമെന്റ് ഫൈനാൻസ് ചെയ്താന്ന് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും മുഖ്യമന്ത്രിയുടെയും ട്രാൻസ്പോർട്ട് മന്ത്രി CP ജോണിന്റെയും അത് ഞങ്ങൾ ചെയ്താന്നല്ലോ. ഗ്രാമവണ്ടിക്കകത്ത് ഞങ്ങൾ ചെയ്താന്നല്ലോ. ഗവൺമെന്റിന്റെ എല്ലാ പരിപാടികളും ഇപ്പം ഈ LDF ഗവൺമെന്റ് എന്താണ് 3000 വണ്ടിയിൽ അത് ചെയ്തത്? വിസിബിലിറ്റി ഏറ്റവും കൂടുതലുള്ള. പക്ഷേ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. ഞങ്ങൾ കൊണ്ടുവന്നാണെന്നും പറഞ്ഞ് കാസർഗോഡ് മുതൽ പാറശാല വരെ ഈ നാഷണൽ ഹൈവേയുടെ അവിടെ മുതൽ പിണറായി വിജയന്റെ ചിത്രം വെച്ചിട്ട് എന്ത് പ്രയോജനം ഉണ്ടായി? അതല്ല വിസിബിലിറ്റിയുടെ കാര്യം ഞാൻ പറഞ്ഞത്. എന്നെ രാഷ്ട്രീയത്തിലോട്ട് വലിച്ചിടാതെ. ഞാൻ വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഏതാണ്ട് 14,000 വണ്ടി ഗവൺമെന്റ് പറയുന്ന കളർ അനുസരിച്ച് സ്ത്രീകൾക്ക് സൗജന്യം, ഇന്ദിരാഗാന്ധി ഈ സ്കീം അനുസരിച്ച് സൗജന്യം എന്നൊക്കെ പറയുന്നതിനേക്കാളും വലിയൊരു വിസിബിലിറ്റി എന്താണ്? കാര്യം എന്ന് വെച്ചാൽ KSRTCയുടെ ബസിന്റെ പരസ്യം എന്ന് പറയുന്നത് ആ സ്കീം നടപ്പാക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇലക്ട്രിക്കൽ ബസ്സുകൾ കൊണ്ടുവന്നിട്ട് അത് ലാഭകരമായിട്ട് ഓടിക്കുകയും അതേസമയം തന്നെ സൗജന്യമാണ് എന്നുള്ള ബോർഡ് വെക്കുകയും ചെയ്യുമ്പോൾ അത് പ്രൈവറ്റിലൂടെ ചെയ്തില്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് അത് ശരിയാ. വളരെ പിന്നെ ഫാസ്റ്റ് പാസഞ്ചർ ചെയ്യാൻ പോയാൽ അതിനേക്കാളും പാടും. കാരണം ഈ പൈസ കൊടുക്കുന്നതല്ല, ഈ ബസ്സില്ല, ട്രെയിനിൽ കൂടെ കൊല്ലം വരെ പോയിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകളെല്ലാവരും കൂടെ സൗജന്യമെന്ന് പറഞ്ഞ് രാവിലെ തമ്പാനൂര് വന്നു കഴിയുമ്പോൾ അവരുടെ ദുരിതം കാരണം അവർ ദുരിതം അനുഭവിക്കാൻ പോകുന്നുണ്ട്. ശ്വാസം പൊട്ടി കൊല്ലം വരെ പോകേണ്ടി വരും. ഇതിനിടയിൽ പെടുന്ന ഏതെങ്കിലും ഒരു പുരുഷൻ ആരുടെയെങ്കിലും ശരീരത്ത് തൊട്ടെന്ന് പറഞ്ഞ് അയാളുടെ കർണക്കുറ്റിക്കുള്ള വീക്ക്, പിന്നെ പുരുഷന്മാർ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പീഡനത്തിനകത്ത് ഇരയാകുമെന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങൾ. അതുകൊണ്ട് എനിക്കറിയത്തില്ല, ജൂൺ 15-ാം തീയതി ഇത് തുടങ്ങേണ്ട യാതൊരു കാര്യമില്ല. ചിങ്ങം 1-ാം തീയതി തുടങ്ങുന്നതിന് വരെ വലിയൊരു ഹോംവർക്ക് ചെയ്യണമായിരുന്നു. ചെയ്യുന്നത് താങ്കൾ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടില്ലെങ്കിൽ പോലും താങ്കൾ CP ജോൺ മിനിസ്റ്ററെ കണ്ട് ഇത്തരം നിർദ്ദേശങ്ങളൊന്നും വെക്കുന്നതല്ല. അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് പറയാം, താങ്കള് It's not my headache how they run this government. I am not going to the government. എനിക്ക് എന്റേതായിട്ടുള്ള പരിപാടി ഉണ്ട്. ഞാൻ മേയറുടെ അടുത്ത് പറഞ്ഞ കാര്യം മാത്രമേ, മേയറെ ഉപദേശം സൗജന്യമായിട്ട് തരും. DPR ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് പൈസ തരണം, അത് വേറെ കാര്യം. ബിക്കോസ് ഐ എം എ കൺസൾട്ടന്റ്. ഇനി ആ പ്രോജക്ട് എക്സിക്യൂട്ട് ചെയ്ത് കൃത്യമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേറെ പൈസ തരണം. അതുകൊണ്ട് എന്റെ ഉപദേശം അതിനുവേണ്ടിയാണല്ലോ ഞാൻ ഗവൺമെന്റിൽ നിന്ന് ഇറങ്ങിയത്. ഐ ഹാവ് ദ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് ആൻഡ് ഐ ഷുഡ് എൻഗേജ് ഇറ്റ്. എന്റെ കയ്യിലൊരു നല്ല സാധനം. ഇപ്പോഴും എന്തുകൊണ്ടാണ് ജോൺ ഇപ്പോഴും ഒരു പത്രപ്രവർത്തനം നടത്തുന്നത്? അത് നമുക്ക് പറ്റത്തില്ല. യു ഹാവ് ഗെയിൻ, യു ഹാവ് റെപ്യൂട്ടേഷൻ, ദാറ്റ് ഈസ് വൈ യു ആർ റണ്ണിങ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം മെന്ററിങ്ങും അതൊക്കെ ഉള്ള സമയത്ത് ഞാൻ 75-ാമത്തെ വയസ്സിൽ ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ അന്ന് എനിക്ക് ആരോഗ്യം കാണത്തില്ല, അല്ലെ 70-ാമത്തെ വയസ്സിൽ ചെയ്യാൻ. ഇപ്പൊ ആരോഗ്യം ഉള്ളപ്പോഴല്ലേ, അത് 2 കൊല്ലമായാലും 5 കൊല്ലം ആണെന്നുണ്ടെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ വെറുതെ ഇരുന്നൊരു DPR ഉണ്ടാക്കി പണ്ട് കൊടുക്കുമായിരുന്നു. ഇപ്പോഴും ഞാൻ പല ആൾക്കാർക്ക് വേണമെന്നുണ്ട് ചെറിയ ചെറിയ നോട്ടുകൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ DPR ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ് റിക്വയർസ് എ ലോട്ട് ഓഫ് എഫേർട്ട് ആൻഡ് ലോട്ട് ഓഫ് മൾട്ടി ഡിസിപ്ലിനറി. അതാണ് ഞാൻ അതിനകത്ത് പറഞ്ഞത്. ഇനി ഇത് പോയിന്റ് എന്ന് പറയുന്നത്, ഇത് നല്ലൊരു സ്കീമാണ്. അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നമ്മുടെ റോഡ് തന്നെ ഡീകൺജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കീമാണ്. പക്ഷേ ഒരു ADB ലോണോ വേൾഡ് ബാങ്ക് ലോണോ ഇനി കിഫ്ബി ലോണോ എടുത്ത് 3000-4000 കോടി രൂപ മുടക്കിയാൽ ഇതിനേക്കാളും വിസിബിലിറ്റി കേരള ഗവൺമെന്റ് കിട്ടുന്നത്. ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് 1000 കോടി കുഞ്ഞാവ മേയറും എല്ലാവരും കൂടി ചെലവഴിച്ചല്ലോ. എവിടെ ചെലവഴിച്ചെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ആർക്കും അറിയത്തില്ലല്ലോ. പക്ഷേ KSTPയിൽ ഇരുന്നപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ, ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് 287 കോടി രൂപ 65 കോടി അതിനകത്ത് പറഞ്ഞു. അതല്ല, ഈ 1000 കോടി രൂപ മുടക്കിയത് എവിടാന്ന് അറിയാമോ? അറിയത്തില്ല. അതേസമയം 1000 കോടി രൂപയിൽ അതിന് എത്ര കോടിയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അത്രയും കോടി വെച്ച് 113 വണ്ടി ഇവിടെ ഇട്ടു. അതേലാണല്ലോ കോർപ്പറേഷന്റെ പേര് എഴുതി വെച്ചിരിക്കുന്നത്, സ്മാർട്ട് സിറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിരിക്കുന്നത്. അത്രയും വലിയൊരു വിസിബിലിറ്റി ഉള്ള സ്കീം കേരള ഗവൺമെന്റ് ബാക്കിയുള്ള മറ്റുള്ള കാര്യങ്ങൾ കൺസ്ട്രക്ഷനൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു 14,000 വണ്ടി KSRTCക്ക് ഇപ്പം PM ഇ-സേവയിൽ തന്നെ 950 ഉണ്ട്. അതേ മാതൃകയിൽ ചെയ്യാവുന്നതാണ്. അതേ മാതൃകയിൽ തന്നെ പ്രൈവറ്റ് ബസ്സിനാണെന്നുണ്ട് കുറച്ചധികം പൈസ കൊടുത്ത് അതും ചെയ്ത് കംപ്ലീറ്റ്ലി കേരളം 5 കൊല്ലം കൊണ്ട് ഗ്രീൻ ട്രാൻസ്പോർട്ട് എന്നുള്ള നിലയിലേക്ക് കൊണ്ടുവന്നാൽ എത്രയോ അവാർഡുകളും UN അവാർഡുകളും ഉൾപ്പെടെ ഉള്ളത് വരും.
അത് ഉറപ്പല്ലേ? പക്ഷെ ഇതൊക്കെ നടക്കുമെന്ന് താങ്കൾക്ക് എത്രമാത്രം ആത്മവിശ്വാസമുണ്ട്? കാരണം താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സിസ്റ്റത്തിന്റെ പ്രത്യേകത കൊണ്ട് ചെലവാവുകയില്ല, ചെലവായിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സിസ്റ്റം ശരിയാകുമോ, നന്നാകുമോ? ഈ ഓരോ സർക്കാർ വരുമ്പോഴും ആളുകൾ പ്രതീക്ഷ വയ്ക്കുന്നു, നന്നാകണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഒരിക്കലും നന്നാകത്തില്ല, ഒരിക്കലും നന്നാവില്ല. ഒരിക്കലും നന്നാവില്ല ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച്. അതൊരു പെസിമിസ്റ്റിക് ആയിട്ട് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഐ നോ ദ ബ്യൂറോക്രസി. ശരി. അതാ ഞാൻ പറയും, ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസും അനുഭവമുള്ള താങ്കള് ഒരു പ്രതീക്ഷയല്ല നൽകുന്നുള്ളത് എനിക്കിവിടെ സങ്കടകരമാണ്. അത് സങ്കടകരമാണ്. അത് സങ്കടകരമാണ്. കാരണം ഞാൻ ലോകത്ത് പഠിച്ചിട്ടുള്ള, കണ്ടും കേട്ടും പഠിച്ചിട്ടുള്ള 3 രാജ്യങ്ങളുടെ കാര്യം പറയാം. സിംഗപ്പൂർ, UAE, സൗത്ത് കൊറിയ. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അർജന്റീനയാണ്. അവിടെ ആദ്യത്തെ അർജന്റീന ആദ്യം എടുക്കുക. അവിടെ ജാവിയർ എന്നാണ് എഴുതുന്നത്. ഹാവിയർ മിലി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസിഡന്റ് വന്നു. അദ്ദേഹം വരുന്ന ഒരു ചെയിൻ സോയ ആയിട്ടാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഗവൺമെന്റിനെ പകുതിയായിട്ട് വെട്ടിക്കുറയ്ക്കും. ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറയാൻ പറ്റില്ല. UPSC 7 മെമ്പർമാരുള്ളിടത്ത് ഇവിടെ 21 മെമ്പർമാർ ഇരിപ്പുണ്ട്. ഗവൺമെന്റ് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാവുന്നുണ്ട്? ഈ കഴിഞ്ഞ 10 കൊല്ലത്തിനുള്ളിൽ എത്ര പുതിയ പുതിയ സ്ഥാപനങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഈ ബ്യൂറോക്രസിയിൽ ഇരിക്കുന്ന IAS ഉൾപ്പെടെയുള്ളവർ ജോലി ചെയ്തില്ലെങ്കിൽ പറഞ്ഞുവിടാൻ പറ്റുമോ? ജോലി ചെയ്യാത്ത ഒരു ഉദ്യോഗസ്ഥൻ ഒരു പ്രൈവറ്റ് കമ്പനിയില്ല നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞുവിടാൻ പറ്റുമോ? അവിടെ പറഞ്ഞുവിടാൻ, അതുപോലെ ഇവിടെ പറഞ്ഞുവിടാൻ പറ്റത്തില്ല. ഇവിടെ അവൻ ജോലി ചെയ്തില്ലെങ്കിൽ അപ്പം സിംഗപ്പൂർ എന്താ ചെയ്തത്? സിംഗപ്പൂർ ആദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ എല്ലാവരെയും നേരെ വിദേശങ്ങളിൽ വിട്ട്, ചൈന എന്താ ചെയ്യുന്നത്? ചൈനയിലെ വിദ്യാർത്ഥികളാണ് അവിടെ മൊത്തം തിരിച്ചു വരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. US യൂണിവേഴ്സിറ്റിയിൽ മൊത്തം ആദ്യം ഈ ബ്യൂറോക്രസിയെ റിഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ KS കൊണ്ടുവന്നു. KSന്റെ പാളിച്ച എന്താണ്? കുറച്ചധികം 2 സ്ട്രീമും കൂടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരുടെ കൾച്ചർ വന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള പിള്ളേരെ തന്നെ ഇല്ലാതാക്കി. ഞാൻ 4 പേരെ KS നിന്ന് KSRTC എടുത്തു, വലിയ പ്രതീക്ഷയോടുകൂടിയാണ്. അതിനകത്ത് ഒരാളാണ് ഏറ്റവും മിടുക്കനായിട്ടുള്ളത്, അതിൽ ഡയറക്റ്റായിട്ട് വന്നത്. രണ്ടാമത് ഉള്ള ഒരാളെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞാൽ കേൾക്കും. 3-ാമത്തെ ആളും 4-ാമത്തെ ആളും വന്നുണ്ടേ പറഞ്ഞത് എനിക്ക് ഇന്നോവ കാർ വേണം. സെക്യൂരിറ്റി എന്നെ കണ്ടുകൊണ്ട് സല്യൂട്ട് ചെയ്തില്ല. ഇതൊക്കെ അവരുടെ പ്രശ്നം. മനസ്സിലായില്ലേ? ഒരു പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടിരുന്ന ആളിനോ ഒരു ക്ലർക്കായിട്ടിരുന്ന ആളിനോ ഇതാണ് വലിയ പ്രശ്നം. നമ്മളിപ്പോ സല്യൂട്ട് ചെയ്തില്ല, നമുക്കൊന്നും കുഴപ്പമൊന്നുമില്ല. ആരും സല്യൂട്ട് ചെയ്തില്ലല്ലോ, വിഷ് ചെയ്തില്ലെങ്കിലോ ഒന്നും കുഴപ്പമില്ല. അപ്പം KS മാത്രമല്ല, KS ഡയറക്ട് സ്ട്രീം മാത്രമല്ല, എല്ലാ കൊല്ലം 30 പേരെ എടുക്കണം. അതുകൂടാതെ കേരള ഫിനാൻഷ്യൽ സർവീസ്, കേരള പോലീസ് സർവീസ് പണ്ടിവിടെ നടത്താൻ ശ്രമിച്ചിട്ടുണ്ട്, കേരള ജുഡീഷ്യൽ സർവീസ്, കേരള അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് സർവീസ്, ഇങ്ങനെ കൊണ്ടുവന്ന് ഗവൺമെന്റിനെ റിഫോം ചെയ്യാത്തിടത്തോളം കാലം ഈ ബ്യൂറോക്രസിയുടെ പാവകളാണ് ഈ വരുന്ന മന്ത്രിമാരെല്ലാം. പിന്നെ അങ്ങനെ പാവങ്ങളായിട്ടുള്ള അഴിമതിക്കാരായിട്ടുള്ള മന്ത്രിമാർക്ക് അങ്ങനെയുള്ളവരെ മതിയെന്നുണ്ടെങ്കിൽ എനിക്ക് അഭിപ്രായമൊന്നുമില്ല. 25 കൊല്ലം, ഇനി ഒരു 5 കൊല്ലം നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടോന്ന് അറിയത്തില്ല. ഞാനിവിടെ റെക്കോർഡിക്കലായിട്ട് പറയുന്നു, എന്തെങ്കിലും വ്യത്യാസം കേരളത്തിൽ വരാൻ പോകും. PD സതീശന്റെ ആ ചിന്തയും മറ്റുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലോകോത്തരമാണ്, യാതൊരു സംശയമില്ല. ബട്ട് ഹി വർക്ക്സ് ഇൻ ആൻ എൻവയോൺമെന്റ്. എവരി മിനിസ്റ്റർ വർക്ക്സ് ഇൻ ആൻ എൻവയോൺമെന്റ്. ഇത് ഒരു മന്ത്രി ഇരുന്ന് ഇതിനകത്ത് പോകുന്നുണ്ട്, ആദ്യം UDF പറയും ഇത് ഞങ്ങളുടെ നയമല്ല, 1-ാം തീയതി ബാറിന്റെ എടുത്ത് മാറ്റുമോ? എന്ത് ലോജിക്ക് അതിനകത്തുള്ളത്? ലോജിക്കില്ല. പക്ഷെ വേറെ പ്രശ്നങ്ങളുണ്ട്. എന്ത് പ്രശ്നം? പല സമുദായങ്ങളും മതങ്ങളും ഒക്കെ അതിൽ പ്രശ്നങ്ങൾ. അവരാണോ ഭരണം തീരുമാനിക്കുന്നത്? അല്ല. എന്തിനാണോ 1-ാം തീയതി വെച്ചിരിക്കുന്നത്? പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ല. ശമ്പളം കിട്ടുന്ന ദിവസമായിരുന്നു. പക്ഷെ ശമ്പളം 2-ാം തീയതി 3-ാം തീയതി പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ 5-ാം തീയതി ആണല്ലോ കിട്ടുന്നത്. അതൊരു നോമ്പ് വെച്ചിരിക്കുക. ഇതൊക്കെ ജനങ്ങളെ CID നസീർ ഇവിടെ ഒരു ഉണ്ണി വെച്ചിട്ട് പറഞ്ഞ ആർക്കും മനസ്സിലാകത്തില്ലെന്ന് പറയുന്ന പോലെ മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടിയുള്ള. അപ്പൊ ധൈര്യമുള്ള, ഇപ്പം എൻ്റെ സ്വന്തം നാട്ടുകാരനായിട്ടുള്ള ലിജുവിൻ്റെ അടുത്ത് ഞാൻ ആദ്യം പറയുന്നത്, താനൊക്കെ ഒരു കോക്കോങ്കില 1-ാം തീയതി അതെടുത്ത് മാറ്റ്, 35 ലക്ഷം രൂപ ബാർ ലൈസൻസ് വരുന്നുണ്ട്, നമ്മൾ അവിടെ പോയി അടിക്കുന്നവർ കൊടുക്കണമല്ലോ, പൊതുജനം കൊടുക്കണമല്ലോ. അതിന് പകരം 7 ബാർ തുടങ്ങും, 5 ലക്ഷം കൊടുത്താൽ മതിയല്ലോ. 7 ബാറിലും കൂടെ ആണെന്നുണ്ടെങ്കിൽ 10 പേരെ വെച്ച് 70 പേർക്ക് ജോലി കിട്ടത്തില്ലേ? അപ്പൊ ഇതൊന്നുമല്ല, ഇത് ഞങ്ങൾ ബാറ് അടയ്ക്കുക എന്നുള്ളതാണ് പറയുന്നത്, മദ്യവർജനമാണ് ഞങ്ങളുടെ നയം എന്നൊക്കെ പറഞ്ഞ് ഈ ആളുകളെ പറ്റിക്കുന്നു.